ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 47 പാരായണം. ഉലൂഖലബന്ധനം. ഭഗവാന്റെ ഏറ്റവും പ്രശംസിക്കപ്പെടുന്ന, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലീലയാണ് ഉലൂഖലബന്ധനം. ഏകദാ ദധിവിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യ പപിവാൻ പയോധരൗ. അംഗമേത്യ സ്തന്യലോലുപതയാ നിവാരയൻ എന്നാക്കുക. പിന്നെ അംഗമേത്യ എന്നാക്കുക. അർദ്ധപീതകുചകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശ ദഹനേ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ. അർദ്ധപീത കുചകുട്മളേ ത്വയി സ്നിഗ്ധഹാസ, ഇവിടെ നിർത്തിയിട്ട് മധുരാനനാംബുജേ ദുഗ്ധമീശ അവിടെ നിർത്തുക. ദഹനേ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ. സാമീപീത രസഭംഗസംഗത ക്രോധഭാര പരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവ ദധിഭാജനം ത്വയാ. സാമീപീത രസഭംഗസംഗത ക്രോധഭാര പരിഭൂതചേതസാ മന്ദദണ്ഡമുപഗുഹ്യ പാടിതം. മന്ദ കോമായിട്ട് വേണമെങ്കിൽ തിരിക്കാൻ വേണ്ടിയിട്ട് മന്ദദണ്ഡമുപഗുഹ്യ പാടിതം ഹന്തദേവ ദധിഭാജനം ത്വയാ. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യ ദധിവിസ്തൃതം ക്ഷിതൗ. ഉജ്ജലധ്വനിതം ഉച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വത് യശോ വിസരവത്. ത്വത് എന്നാക്കുക. പിന്നെ യശോ വിസരവത്. സദ്യ ദധി വിസ്തൃതം ക്ഷിതൗ വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്തി അസൗ. പരിമാർഗയന്തി അസൗ. ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ. സന്ദദർശ. സന്ദദർശ അങ്ങനെയാണേ ആ വാക്ക്. സന്ദദർശ സുഹൃദീനി ഉലൂഖലേ. സുഹൃദീനി ഉലൂഖലേ. സന്ദദർശ സുഹൃദീനി ഉലൂഖലേ ദീയമാന നവനീതമോതവേ. ദീയമാന കഴിഞ്ഞ് കോമ ഇടുക. എന്നിട്ട് നവനീതം എന്നാക്കുക. എന്നിട്ട് ഓതവേ എന്ന് വായിക്കുക. മോതവേ എന്നല്ല, ഓതവേ. ഒന്നിച്ച് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്ന വായിച്ചാലും തെറ്റൊന്നുമില്ല. പക്ഷേ ഓ എന്നുള്ളത് വ്യത്യസ്തമായിട്ട് കേൾക്കുന്നതാണ് ഭംഗി. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്ദദർശ സുഹൃദീന്യുലൂഖലേ ദീയമാന നവനീതം ഓതവേ. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന സരോജമാശുസാം രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രസനാമുപാദദേ. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന. അപ്പോൾ ഇങ്ങനെ വായിക്കാം. ത്വാം പ്രഗൃഹ്യ ബദ, ഇവിടെ നിർത്തുക.
ഭീതിഭാവനാഭാസുരാനന കോമ ഇടുക. സരോജമാശുസാം ഒന്നുകൂടെ വായിക്കാം. ത്വാം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന സരോജമാശുസാം. ത്വാം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന സരോജമാശുസാ. ഭാസുരാനന അവിടെ നിർത്തുക. എന്നിട്ട് സരോജം എന്നുള്ളത് വേറെ ആയിട്ട് വായിക്കുക. മുകളിലത്തെ ലൈന് എവിടെയെങ്കിലും സൗകര്യമുള്ളിടത്ത് മുറിച്ചിട്ട് വായിക്കണം. അല്ലെങ്കിൽ എല്ലാം ഭാസുരാനന വരെ ഒറ്റ ശ്വാസത്തിൽ വായിക്കാൻ പ്രയാസമായിരിക്കും. ത്വാം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന വായിക്കാം. അവിടം വരെ വായിക്കാമേ. അല്ലെങ്കിൽ ത്വാം പ്രഗൃഹ്യ ബത ഇവിടം വരെ നിർത്തിയിട്ട് ത്വാം പ്രഗൃഹ്യ ബത ഭീതിഭാവനാഭാസുരാനന അവിടെ അങ്ങനെ വായിക്കാം. സരോജമാശുസ രോഷ കോമ രൂഷിതമുഖി സഖി പുരോ ബന്ധനായ രസനാം ഉപാദദേ ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തം അവിടം വരെ ഒന്നിച്ച് വായിക്കണേ. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സ്തംഭവന്തം വരെ വായിക്കണം ഒന്നിച്ച്. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തംഭവന്തം അയി ബന്ധുമിച്ഛതി. അങ്ങനെ ചെറിയ റെക്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം കേട്ടോ. വായന നിർത്തേണ്ടിടം. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തംഭവന്തം അവിടം വരെ വായിക്കുക. ഈണം മാറാതെ തന്നെ ബന്ധുമിച്ഛതി യമേവ അവിടെ നിർത്തുക അങ്ങനെയാണ്. അല്ലെങ്കിൽ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി അങ്ങനെയും വായിക്കാം. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രസനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷത ദ്വൈങ്കുലോനം അഖിലം 2 അങ്കുലം നീളം കുറഞ്ഞായി കാണുന്നുള്ളൂ. ഈ ഉലൂഖല കെട്ടാനായിട്ട് ഉപയോഗിച്ച ദാമം കയറിനെ എപ്പോഴും കെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത്തിരി കുറവ് കാണുക. അപ്പോൾ അത് പിന്നെ വേറെ കഷ്ണം കൂട്ടി കിട്ടും. പിന്നെയും കെട്ടാൻ ചെല്ലുമ്പം പിന്നെയും 2 ദ്വ്യങ്കുലോനന അങ്കുലി കണക്കാണ് പറയുന്നത്. 2 വിരൽപ്പാട് അകലം എപ്പോഴും കിടക്കുന്നു. ദാമം ഉദരത്തിൽ കെട്ടിയവനായതുകൊണ്ട് ദാമോദരൻ എന്ന ഭഗവാന് പേര് വന്നു. അതാണ് ഉലൂഖല ബന്ധനം വളരെ പ്രാധാന്യമേറിയതാണ്. അതുപോലെ നളക ഉപരാധികൾക്ക് ശാപമോക്ഷം ഉണ്ടാക്കിയതാണ്. വളരെ വിശേഷപ്പെട്ട ബാലലീലയാണ് ഈ അധ്യായം. ബന്ധുമേച്ഛതി യമേവ സജ്ജനസ്തംഭവന്തം അയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രസനാഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷത വിസ്മിതോസ്മിത സഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമോക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാം. വിസ്മിതോസ്മിത അവിടെ നിർത്തുക. സഖീജനേക്ഷിതാം സ്വിന്നസന്ന വപുഷം നിരീക്ഷ്യതാം നിത്യമുക്ത വപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാം. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേതി നാക്കിക്കോ. പിന്നെ ത്യാ വെട്ടിയിട്ട് ആഗതാ ഭവനമേവ സായതാ കാണിക്കും നല്ലത്. അല്ല കലേത്തി ആഗത എന്ന് വായിക്കാൻ നമുക്ക് സ്പീഡിൽ വായിച്ച് പോകുമ്പം നമുക്കങ്ങനെ തന്നെ വായിക്കാം.
അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തി നിർത്തി പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നതാണ് ഉചിതം. സ്ഥീയതാം ചിരമുലൂഖലേഖലേതി ആഗതാ ഭവനമേവ സായദാ പ്രാക് ഉലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമദന്നവാസ്ഥിത. അവിടെ ഒന്ന് പിരിക്കാനുണ്ട്. പ്രാക് ഉലൂഖല ബിലാന്തരേ തഥാ, ഉലൂഖല വരെ വായിക്കുക, കോമ ഇടുക. എന്നിട്ട് പ്രാക് ഉലൂഖല ബിലാന്തരേ തഥാ സർപ്പിരർപ്പിതം അർപ്പിത മദൻ നവാസ്ഥിത. സർപ്പിരർപ്പിത മദൻ നവാസ്ഥിത എന്നുള്ളത് വായിക്കാം. സ്ഥീയതാം ചിരമുലൂഖലേഖലേതി ആഗതാ ഭവനമേവ സായദാ പ്രാഗുലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമദൻ നവാസ്ഥിത. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയാ ഏവമാദിതി വിജൈരഭീഷ്ടുതോ വാതനാഥ പരിപാഹി മാം ഗദാത്. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയാ ഏവമാദി ദിവിജൈരഭീഷ്ടുതോ വാതനാഥ പരിപാഹി മാം ഗദാത്. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.